والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. صدق الله. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഉന്നതമായ ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യശാന്തിയും സമാധാനവും ലഭിക്കും, അഥവാ സ്വർഗം ലഭിക്കുമെന്ന സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ മരണാനന്തരം അഥവാ നാളെ പരലോകത്ത് നിത്യ അശാന്തിയും കഠിനമായ ശിക്ഷയുമാണ് നമ്മെ കാത്തിരിക്കുന്നത്, അഥവാ നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഉന്നതമായ ശ്രേഷ്ഠമായ ദീനിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അവൻ്റെ ഔദാര്യം കൊണ്ട് കരുണ കൊണ്ട് മഹ്ലായ ഫള് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ ആണ് നാം നിലകൊള്ളുന്നത്. ഇന്നലെ നമ്മളൊക്കെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയില്ല. ഇന്നും നമ്മൾ പെരുന്നാളിൽ തന്നെയാണ്, അയ്യാമത്ത് തശ്രീഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാണ്. ഈ അയ്യാമത്ത് തശ്രീഖിൽ ഹാജിമാർ അവിടെ അവർ ഒരു പ്രവർത്തനത്തിൽ വ്യാപൃതരാണ്. എന്താണ് പ്രവർത്തനമെന്ന് ചോദിച്ചാൽ അവർ പിശാചിനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ തുടക്കം മുതൽ മനുഷ്യന്റെ ശത്രുവായി തീർന്ന പിശാചിനെ ജീവിതത്തിന്റെ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഹാജിമാർ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഹജ്ജ് കർമ്മത്തിലെ മറ്റെല്ലാം പൂർത്തിയാക്കി ഇനി വിടവാങ്ങലിന്റെ ത്വവാഫ് മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ജംറകളിൽ കല്ലേറ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരെയാണ് കല്ലെറിയുന്നത്? പിശാചിനെ. ആരാണ് പിശാചി? മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യന്റെ ശത്രുവായി തീർന്ന പിശാചി. ആ പിശാചി മനുഷ്യന്റെ ശത്രുവായി തീർന്ന ഇത് മുതൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു പറയുന്നു, ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വൻ
തീർച്ചയായും ശൈത്താൻ പിശാച് അവൻ നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ മാറ്റി നിർത്തൂ, നിങ്ങൾ അവനെ തടഞ്ഞു നിർത്തൂ. തീർച്ചയായും അവനും അവന്റെ കൂട്ടാളികളും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ്, നരക വിഭാഗത്തിലേക്കാണ് അവരും അവന്റെ കൂട്ടരും നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ബും മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അല്ലാഹു പിശാചിനെ എടുത്തു പറഞ്ഞപ്പോൾ അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശത്രുവാകുന്ന പിശാചിനെ, ശൈത്താനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് വളരെ കർശനമായി, സൂക്ഷ്മമായി, നിരീക്ഷണമായി എപ്പോഴും അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയവും പിശാചി, ശൈത്താൻ നമ്മളെ വഴിപിഴപ്പിക്കും, നമ്മളെ തെറ്റിച്ചു കൊണ്ടുപോകും. അങ്ങനെ തെറ്റിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് അവൻ നിങ്ങൾ മാറ്റി നിർത്തണം. അല്ലാഹുവിൽ നിന്ന് പിണങ്ങി ഇറങ്ങുന്ന സമയത്ത് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. തീർച്ചയായും ഞാൻ എൻ്റെ കൂടെ എൻ്റെ ആളുകളാക്കി പലരും ഞാൻ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ടോ അവരെയെല്ലാം ഞാൻ വഴിപിഴപ്പിക്കും. നേരായ മാർഗത്തിൽ നിന്ന് അവരെയെല്ലാം ഞാൻ തടഞ്ഞു നിർത്തും. നീ എന്തുകൊണ്ട് എന്ന് പറയുന്നത്? നീ എന്നെ വഴിപിഴപ്പിച്ചതിനാൽ, നീ എന്നെ തെറ്റിച്ചു കളഞ്ഞതിനാൽ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മനുഷ്യരെ മുഴുവനും ഞാൻ തെറ്റിച്ചു കളയുന്ന മാർഗത്തിൽ ഞാൻ ഇങ്ങനെ വ്യാപൃതനായി കൊണ്ടിരിക്കും. ആ മാർഗത്തിൽ തന്നെ ഞാൻ അങ്ങനെ കാത്തിരിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഞാൻ അവരുടെ മുന്നിൽ കൂടെ ചെല്ലും, പിന്നെ കൂടെ ചെല്ലും, വലതുവശത്ത് കൂടെ ചെല്ലും, ഇടതുവശത്ത് കൂടെ ചെല്ലും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അവരുടെ മുകളിലും താഴെ ഇങ്ങനെ ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിച്ചിരിക്കും. അങ്ങനെ ഞാൻ എല്ലാ വഴികളിലൂടെയും എന്ത് ചെയ്യും? അവരെ ഞാൻ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? അവരിൽ നിന്ന് അധിക ആളുകളെയും നിനക്ക് നന്ദി രേഖപ്പെടുത്തുന്നവരായി നിനക്ക് കാണാൻ കഴിയുകയില്ല. അവരധിക ആളുകളെയും ഞാൻ വഴികേടിലാക്കുമെന്നാണ് അവന്റെ പ്രതിജ്ഞ, കരാർ. അതിനു വേണ്ടിയാണ്. അതാണ് അവരുടെ പ്രവർത്തനം. വേറെ ഒന്നുമില്ല, അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവരുടെ ആകെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രുവായി കണ്ടു മനുഷ്യനെ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്താം. അപ്പൊ മനുഷ്യരുടെ തറവാടാകുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനുഷ്യൻ എന്ന തറവാട്ടിൽ നിന്ന്, ആ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ നമ്മെ വീണ്ടും തറവാട്ടിലേക്ക് തിരിച്ചു കയറ്റുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി അതിനു വേണ്ടി മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവൻ ഒരു കൂട്ടരെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ കൂട്ടരെ ഉണ്ടാക്കിയെടുത്ത് മനുഷ്യരുടെ എല്ലാ മേഖലകളിലും അവൻ മനുഷ്യന്റെ പ്രവർത്തന മേഖലകളിൽ മുഴുവനും വഴിതെറ്റിക്കാനും ആശയക്കുഴപ്പത്തിലാക്കാനും നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് ഹാജിമാർ എല്ലാ വർഷവും പിശാചിനെ എറിഞ്ഞോടിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ കേട്ടിട്ടുണ്ടാകും, ധാരാളം കേട്ടിട്ടുണ്ട്. ആ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ തിരികെ പോകുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ ഒരു രംഗമുണ്ട്. ആ രംഗത്ത് ആ പിതാവിനെയും അതുപോലെ തന്നെ ആ മകനെയും മാതാവിനെയും ഒക്കെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ അവിടെ നിന്ന് അവരുടെ കൈകളിൽ കിട്ടിയ കല്ലുകൾ കൊണ്ട് അവർ എറിഞ്ഞാലിനെ ഓടിച്ചു എങ്കിൽ എറിഞ്ഞു മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ
അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായ ആ വ്യക്തികൾ, ആ മനുഷ്യരുടെ ഓർമ്മയ്ക്ക് മാത്രമല്ല എല്ലാ വർഷവും ഹാജിമാർ കല്ലേറ് നടത്തിക്കൊണ്ട് അവരുടെ ബാക്കിയുള്ള ജീവിതത്തിൽ നിന്ന് പിശാചിനെ തടഞ്ഞു നിർത്താനുള്ള പരിശ്രമങ്ങളിലാണ്, ആ പരിശ്രമത്തിലാണ് ചെയ്യുന്നത് അവർ വ്യാപൃതരായി കൊണ്ടിരിക്കുന്നത്. അവർ ആ പരിശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിശാചിനെ, ശൈത്താനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി കാത്തിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അവർ വെക്കേഷൻ കഴിഞ്ഞ് അവരുടെ സ്കൂൾ പഠനത്തിലേക്ക് അല്ലെങ്കിൽ കോളേജ് പഠനങ്ങളിലേക്ക്, അവരുടെ പഠനത്തിലേക്ക് വ്യാപൃതരാകാൻ പോവുകയാണ്. അവർ അതിലേക്ക് പോവുകയാണ്. ഒരു പഴയ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂൾ കഴിഞ്ഞവർ അവിടെ നിന്ന് കോളേജുകളിലേക്ക് പോവുകയാണ്. അത് പലരും ഒരുപക്ഷെ ഏറ്റവും ഉന്നതമായ പഠനം കിട്ടുന്ന സ്ഥലം അത് നമ്മുടെ നാടല്ല, മറ്റേതോ നാടായിരിക്കുമെന്ന് പറഞ്ഞ് പലരും മറ്റു നാടുകളെ ആശ്രയിക്കാനും മറ്റു നാടുകളിലേക്ക് പോകാനും നമ്മുടെ മക്കൾക്ക് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നൽകാനും ഒക്കെയുള്ള ആ തന്ത്രപ്പാടിൽ നമ്മൾ ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പലരും ബുക്ക് വാങ്ങുന്ന, അതുപോലെ തന്നെ ബാഗുകൾ വാങ്ങുന്ന, മക്കൾക്ക് യൂണിഫോം തയ്ക്കുന്ന, അതുപോലെയുള്ള മക്കളെ അവരുടെ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടത്തിലാണ് നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങൾ. പക്ഷേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ മനുഷ്യ പിശാചുക്കളും അതുപോലെ തന്നെ ജിന്ന പിശാചുക്കളും അവരെ തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട, ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. പിശാചുക്കൾ, മനുഷ്യ പിശാചുക്കളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവന്റെ കൂട്ടാളികളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കൂട്ടാളികൾ നമ്മുടെ മക്കളെ വഴിപിഴപ്പിച്ചു കൊണ്ടുപോകാൻ അവർ കാത്തിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ ആരാക്കണമെന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. എന്റെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. എന്റെ മക്കളുടെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റും. മക്കൾക്ക് അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി നൽകുമ്പോഴും ഇന്നതാണ് എന്ന് പറഞ്ഞ് അവർക്ക് വഴി നടത്താൻ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ വർത്തമാന കാല സാഹചര്യങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വലിയ നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ പിടിച്ച് വരിഞ്ഞു മുറുക്കുന്ന പല പ്രശ്നങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർ ആരാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ കൂട്ടുകാരന്റെ തലയെറുത്ത് അത് ഗ്രൗണ്ടിലിട്ട് അത് ഫുട്ബോൾ കളിക്കുന്ന അവസ്ഥയിലേക്ക് മാറാം. അതല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഒക്കെ തിന്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ അവന്റെ കൂട്ടുകാരായി തീരേണ്ടതിന് വിശുദ്ധ ദീനുൽ ഇസ്ലാം, വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കൂട്ടുകാരിലൂടെ, രണ്ട് സുഹൃത്തുക്കളിലൂടെ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് ആ കൂട്ടുകാരെന്നറിയോ? ആദർശ മാർഗത്തിലേക്ക് കൂട്ടുകാരായി കടന്നു വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാണ് ആ കൂട്ടുകാരായിരുന്നത്. ആ കൂട്ടുകാരുടെ ചരിത്രം വളരെ വിശാലമായിട്ട് ചരിത്ര പാഠപുസ്തകങ്ങൾ പരതുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തികച്ചും വേറൊരു പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്ന സമ്പന്നനും അതുപോലെ കച്ചവടക്കാരനും ഒക്കെയായി ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ. മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം കൊണ്ട് അറിവുണ്ടായിട്ടും വിജ്ഞാനമുണ്ടായിട്ടും അക്കാലഘട്ടത്തിൽ എഴുത്തും വായനയും സാഹിത്യത്തിലും ഒക്കെ ഒരുപാട് കഴിവുണ്ടായിട്ടും ജീവിത സാഹചര്യങ്ങളിൽ ഏതോ ഭാഗത്ത് തെറ്റി നടക്കേണ്ടി വന്ന മനുഷ്യർ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം അവരിലേക്ക് കിട്ടിയപ്പോൾ, ആ ആദർശത്തിന്റെ വക്താക്കളായപ്പോൾ അവർ ഇണപിരിയാത്ത, അവർ പിരിഞ്ഞു പോകാത്ത, ഒരിക്കലും അവരെ വേർപെടുത്താൻ പറ്റാത്ത രണ്ട്
രണ്ട് സുഹൃത്തുക്കളായി, ആത്മാർത്ഥ രണ്ട് കൂട്ടുകാരായി അവർ തീർന്നു. അങ്ങനെ പിന്നീട് അവർ ചരിത്രങ്ങൾ സൃഷ്ടിച്ചു എങ്കിൽ ഒന്നും രണ്ടും ഖലീഫമാരായി അവർക്ക് ഭരണം നടത്താൻ, ഇസ്ലാമിൽ അറിയപ്പെടുന്ന ഭരണം നടത്താൻ അവർക്ക് കഴിഞ്ഞു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദർശമാർഗത്തിലുള്ള മക്കൾക്ക് എങ്ങനെയാണ് അവരെ കൂട്ടുകാരെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ കൂട്ടുകാരുണ്ടാക്കി കൊടുക്കണം. എങ്ങനെ കൂട്ടുകാരുണ്ടാക്കി കൊടുക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരാക്കിയതുപോലെ കൂട്ടുകാരാക്കണം. അത് ഇവിടുത്തെ ഒരു ജുമാ പ്രസംഗം കൊണ്ടെന്ന് തീരുന്ന വിഷയമല്ല. അതൊന്നും പറയാൻ, അത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ കൂട്ടുകാരിലേക്ക് എത്തിയാൽ കൊണ്ടുവരേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. സത്യവിശ്വാസികളും വിശ്വാസിനികളും അവർ പരസ്പരം ചിലരെ അവരുടെ മിത്രങ്ങളാക്കിയിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത എന്നറിയോ? യഅ്മുറുഹും ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുന്നവർ, വയൻഹൗന അനിൽ മുൻകർ, ദുരാചാരത്തിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്നവർ, വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവർ, വയുഅ്തൂന സകാത്ത്, നിർബന്ധമായ ദാനം കൊടുത്തു വീടുന്നവർ, വയുതീഊന അല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അംഗീകരിക്കുന്നവർ, അനുസരിക്കുന്നവർ. അംഗീകരിക്കുക മാത്രമല്ല, അനുസരിക്കുക, ഏറ്റവും ചെയ്യുക, അത് പിൻപറ്റുക, പിന്തുടരുക. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അവരോട് അല്ലാഹു കരുണ കാണിച്ചേക്കാം. ഇന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു യുക്തിജ്ഞനും പ്രതാപശാലിയുമാണ്. അല്ലാഹു പ്രതാപശാലിയും യുക്തിജ്ഞനുമായ ആ അല്ലാഹു പറഞ്ഞു തരുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ സഹായം. അല്ലാഹുവിനെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുസരിച്ച്, ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടുകാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു ഭാഗത്ത്, ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രദേശത്തേക്ക്, വിശിഷ്യ നമ്മുടെ മക്കൾ ഇനി ഉന്നത വിദ്യാഭ്യാസം നേടാൻ ബാംഗ്ലൂരും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കോളേജും ആ കോളേജിന്റെ പരിസരവും അവിടുത്തെ ചുറ്റുപാടും എങ്ങനെയാ, അവിടുത്തെ അവസ്ഥ എന്താണ്, എൻ്റെ മക്കൾക്ക് ദീനനുസരിക്കാൻ പറ്റുമോ, അതല്ല അവിടെ ലഹരിയും അതുപോലെ തന്നെ അവിടെ അസാൻമാർഗിക പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നിടത്താണോ എൻ്റെ മക്കൾ പോകേണ്ടത്? അവിടേക്കാണോ എൻ്റെ മക്കളെ പറഞ്ഞു വിടേണ്ടത്? അങ്ങനെ പറഞ്ഞു വിട്ടാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടാകുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുകയും നിങ്ങൾ ഗൗരവമായി ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ അഥവാ മഞ്ചേരിയിൽ അവിടെ വളരെ ദീനിയായ ചുറ്റുപാടിലുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഉന്നതമാകുന്ന വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ബാംഗ്ലൂർ എന്ന സിറ്റിയിലേക്ക് ആ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടു. അവിടെ പോയ ആ പെൺകുട്ടി ആ ബാംഗ്ലൂരിന്റെ സിറ്റിയിൽ നിന്ന് അവസാനം ആ പെൺകുട്ടി 6 മാസം കഴിയുമ്പോ അവൾക്ക് എന്തോ ഡിപ്രഷൻ ഉണ്ട്. അതുകൊണ്ട് അവൾ റൂം അടച്ചിരിക്കുകയാണ്. രക്ഷകർത്താവ് അവളെ വിളിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവിടെ രക്ഷകർത്താവിന് ഒരു സന്ദേശം വരുന്നു. രക്ഷകർത്താവ് പെട്ടെന്ന് അവിടെ ചെന്നു. മകളെ ഏതോ ഒരു അവസ്ഥയിൽ, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കാണുന്ന ആ മകളെയും കൊണ്ട് ആ പിതാവ് എങ്ങനെയോ വീട്ടിലെത്തുന്നു. പിന്നീട് ആ പിതാവ് ഒരുപാട് സ്ഥലങ്ങൾ നടന്നു കറങ്ങി, ഒരുപാട് കൗൺസിലിംഗ് നടത്തി. അതിനുശേഷം മനസ്സിലാക്കിയത്, ദീൻ മാത്രം കേട്ടുപഠിച്ച എന്റെ മകൾ, ഒരു നേരത്തെ നമസ്കാരം പോലും മുടക്കാത്ത എന്റെ മകൾ, ഒരു റമദാനിന്റെ നോമ്പ് പോലും മുടക്കാത്ത എന്റെ മകൾ, എന്റെ ആ മകൾ ഇപ്പോ ഇതാ അവൾ ദീൻ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു, അവളുടെ ശരീരം നഷ്ടപ്പെട്ടു, അവൾ ലഹരിക്കടിമ
അതുപോലെ തന്നെ അവരുടെ ശരീരം നഷ്ടപ്പെട്ടു. ലഹരിക്ക് വേണ്ടി പൈസ കിട്ടാത്തതിന്റെ പേരിൽ പിന്നീട് അവരുടെ ശരീരം വിൽക്കേണ്ട അവസ്ഥ വന്നു എന്ന് ഒരു വാർത്തയാണ് പിന്നീട്. ഇത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കുട്ടിയും അവരെയും കൗൺസിലിംഗ് നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അതിന് വ്യക്തമായി ഞാൻ പറയുന്നു. ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഒരു മുൾമുനയിൽ നിർത്താനോ എന്റെ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു മാറ്റി കിട്ടാൻ വേണ്ടിയൊന്നും ഞാൻ പറയുന്നതല്ല, ജീവിതാനുഭവമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ പുതിയ മക്കൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടുന്നു. ആ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണെന്ന് നമ്മൾ കൃത്യമായി അറിയണം. നമ്മുടെ മക്കളെ ബാഗുകൾ പരിശോധിക്കണം. നമ്മുടെ മക്കൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകൾ നമ്മൾ അറിയണം. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്താണെന്ന് നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നാളെ ഭാവിയുടെ തലമുറ, ഈ നിലനിർത്തേണ്ട ഒരു തലമുറ, ആ തലമുറ ഇല്ലാതെയായി പോകും. അവർ ഇല്ലാതെയായി പോകും, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർറജുലു അലാ ദീനി ഖലീലി ഫയൻദുർ അഹദുകും യുഖാലിൽ. ഒരു നിങ്ങൾ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി കൂട്ടുകാരനെ നിങ്ങൾ പരിഗണിച്ചോളൂ. ഇല്ലെങ്കിൽ ആ കൂട്ടുകാരന്റെ സ്വാധീനം, കൂട്ടുകാരന്റെ നടപടി എന്താണോ ആ നടപടി ഇവരിലേക്കും വരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമാകുന്ന ഈദുൽ അദ്ഹ ആഘോഷിച്ചു. ഹബീബാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്ത് പിൻപറ്റാൻ പറഞ്ഞ മില്ലത്ത് ഇബ്രാഹിമിയ നമ്മൾ പിൻപറ്റിക്കൊണ്ടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറയും എന്ന മാതൃകാ കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, എല്ലാ വർഷവും നമ്മൾ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായവർ. അതുപോലെ തന്നെ നമ്മൾ ഉളുഹിയ്യ നൽകിയവർ. വേണ്ടപ്പെട്ടത് എന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട പലതും അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ, ഉളുഹിയ്യ കൊടുക്കാൻ തയ്യാറായ നമ്മൾ ഭാവി തലമുറയെ കൂടി കാത്തിരി വെച്ചിട്ടില്ലെങ്കിൽ ആ ഭാവി തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ ഭാവി തലമുറ നമുക്ക് എതിരായി തീരും. ഈ ലോകത്തും എതിരായി തീരും, പരലോകത്തും നമുക്ക് എതിരായി തീരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് അനുയോജ്യരാകുന്ന കൂട്ടുകാരെ നമ്മൾ തിരഞ്ഞെടുത്തു കൊടുക്കണം. അനുയോജ്യരാകുന്ന ആളുകളെ നമ്മൾ തിരഞ്ഞെടുത്തു കൊടുക്കണം. അല്ലെങ്കിലോ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. വിശുദ്ധ ഖുർആൻ വിളിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ. എന്നിട്ടോ നിങ്ങൾ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരോടൊപ്പം, അഥവാ നല്ല കൂട്ടുകാരോടൊപ്പം, നല്ല ആളുകളോടൊപ്പം നിങ്ങൾ ആയിത്തീരൂ എന്നാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. വബതഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ തേടിക്കൊള്ളൂ. വബതഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. പരലോക വിജയത്തിന് ആവശ്യമായത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ തേടിക്കൊള്ളൂ. പരലോക വിജയത്തിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങൾ ആർജിക്കൂ. നമസ്കാരം, നോമ്പോ, സക്കാത്തോ, ഹജ്ജോ അങ്ങനെ തുടങ്ങിയ പരലോക വിജയത്തിന് ആവശ്യമായതൊക്കെ നിങ്ങൾ സമ്പാദിക്കൂ. എന്നിട്ട് വലാ തൻസ നസീബക മിനദ് ദുനിയ. ദുനിയാവിൽ നിങ്ങൾക്കുള്ള ഓഹരിയുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ അത് മറന്നു കളയണ്ട. അത് നിങ്ങൾക്ക് കിട്ടുന്ന അത് നിങ്ങൾ കരസ്ഥമാക്കിക്കോളൂ. ദുനിയാവിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തോളൂ, അവരെ നല്ല ഉന്നതമാകുന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചോളൂ, അവരുടെ ഭാവി സുരക്ഷിതമാക്കിക്കോളൂ. നല്ല പൈസ കിട്ടുന്ന, നല്ല ജോലി കിട്ടുന്ന നല്ല മേഖലകളിലേക്ക് നമ്മുടെ മക്കളെ തിരഞ്ഞെടുത്തോളൂ. അതിന് വിരോധമൊന്നുമില്ല, തിരഞ്ഞെടുത്തോളൂ, ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്മ ചെയ്യണം. നിങ്ങൾക്ക് അള്ളാഹു നന്മ ചെയ്തതുപോലെ, നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്മ ചെയ്യുന്ന ആളുകളായി തീരണം. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഭൂമിയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ.
പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, കുഴപ്പക്കാരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന വേളയിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഉന്നതമാകുന്ന വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകണം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കരിയർ ഗൈഡൻസിന്റെ പേരിൽ നമ്മളിവിടെ ഒരു പരിപാടി നമ്മുടെ പള്ളിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളെ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. നമ്മുടെ മക്കൾക്ക് ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കാം, ഏത് കോഴ്സിലേക്ക് പോകണം, ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. പക്ഷേ നമ്മളതൊക്കെ അറ്റൻഡ് ചെയ്യണം, അതൊക്കെ വേണം. പക്ഷേ നമ്മൾ എത്തിപ്പെടേണ്ട ലോകത്തെക്കുറിച്ച് മറന്നു പോകരുത്. നമ്മുടെ മക്കൾ ലഹരിക്കും അതുപോലെ തന്നെ മറ്റ് അനാവശ്യങ്ങളിലുമൊക്കെ അകപ്പെട്ടു പോകുന്ന, വ്യാപൃതരായി പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കണം, നമ്മുടെ സമുദായത്തെ കാത്തിരക്ഷിക്കണം. എൻ്റെ പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ, നമ്മുടെ മഹലിലുള്ളവരുണ്ട്, നമ്മുടെ മഹലിൽ നിന്ന് പുറത്തുള്ളവരുണ്ട്, യാത്രക്കാരായി ഇവിടെ കൂടിയവരും പലരൊക്കെ ഉണ്ടാകാം. അവരൊക്കെ തന്നെ നമ്മുടെ നാട്, നിങ്ങൾ മറ്റ് നാടുകളിലുമൊക്കെ ചെന്നിട്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മഹല്ലുകളിലൊക്കെ ചെന്നിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയുള്ള ഈ ക്ലാസ്സുകൾ നൽകണം. അവരെ നമ്മുടെ ദീനിലേക്ക് അടിയുറപ്പിച്ച് നിർത്തണം. അല്ലെങ്കിൽ നമ്മൾ ദീനുള്ളവരും, നമ്മൾ ഇസ്ലാമൊക്കെ അനുസരിക്കുന്നവരും, നമ്മൾ വളരെ തഖ്വയുള്ളവരും, നമ്മൾ ഇസ്ലാമിന്റെ ദീനിന്റെ ശിആറുകളൊക്കെ ഉള്ളവരായിട്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ പെരുന്നാള്, നോമ്പ്, അതുപോലെ തന്നെ ബലിപെരുന്നാള്, ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ളതിലേക്ക് നമ്മൾ സജീവമായി പങ്കെടുക്കുന്നവരായിരിക്കും. പക്ഷെ അടുത്ത തലമുറ ഇവിടെ നിന്ന് വഴിപിഴച്ചു പോയാൽ നമ്മൾ ഉണ്ടാക്കിയതും, നമ്മൾ നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ നമ്മുടെ കർമ്മങ്ങളും, ഞാൻ ചെയ്ത കർമ്മങ്ങളും, ഞാനും അതുപോലെ തന്നെ മറ്റുള്ളവരും നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കാത്തു നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഉണ്ട് എന്ന അർത്ഥമൊന്നുമല്ല. അവരതിന്റെ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെ പറഞ്ഞു തരുന്നതാണ്. സ്വർഗത്തിലേക്ക് പോകാൻ, അവിടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ അങ്ങനെ തയ്യാറായി നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ മക്കൾ ഓടി വരുമെന്നാണ്. എന്റെ മക്കൾ ഓടി വരും, ഞാൻ സ്നേഹിച്ചവർ, എന്റെ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞവർ, അല്ലെ, എന്റെ മക്കൾക്ക് വേണ്ടി എത്രയോ മനുഷ്യർ സ്വന്തത്തിന് വേണ്ടി ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാ? നാടുകൾ വിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. എന്തിനു വേണ്ടി? അവരുടെ ഒരു വയറിന് വേണ്ടിയാണോ? അല്ല, അതവരുടെ നാട്ടിലെവിടെയെങ്കിലും നിന്നാ കിട്ടും. പിന്നെയോ മക്കളുടെ വിദ്യാഭ്യാസത്തിനും മക്കളുടെ ജീവിത വിഭവങ്ങൾക്കും വേണ്ടി, മക്കളെ സുരക്ഷിതരാക്കാൻ വേണ്ടി, മക്കളുടെ ഭാവി നന്നാക്കാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവർ, തങ്ങളുടെ ആസ്വാദ്യങ്ങൾ ഒഴിഞ്ഞു വെച്ചവർ, തങ്ങളുടെ പലതും ഒഴിഞ്ഞു വെച്ചവർ, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നൽകിയവർ, ആ മക്കൾക്ക് വേണ്ടി നൽകിയ മക്കളെ, ആ മക്കൾ നാളെ പരലോകത്തും ഇവിടെയും നമുക്കെതിരായി തീർന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിക്കുകയും, അതുകൊണ്ട് എൻ്റെ ഈ വരുന്ന ജൂൺ 1 മുതൽ നമ്മുടെ മക്കൾ സ്കൂളുകളിലും, അതുപോലെ തുടർന്ന് കോളേജുകളിലും, അതുപോലെ തന്നെ +2-നും ഒക്കെ ഡിഗ്രിക്കും ഒക്കെ ഇങ്ങനെ പോകാൻ നമ്മുടെ മക്കൾ ഉന്നതമാകുന്ന വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഓട്ടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദീനുള്ളവരാക്കി തീർക്കാൻ, മക്കൾ ഈ സമൂഹത്തിൽ ഉപയോഗപ്പെടുന്ന മക്കളാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ,